നമസ്തേ, മഹാഭാരതത്തിലേക്ക് സ്വാഗതം. ഹിന്ദുവിരുദ്ധ പരാമർശത്തിൽ രാഹുലിനെ കടന്നാക്രമിച്ച് നൂപുർ ശർമ്മ. ഹിന്ദുക്കളെ ഭാരതത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമത്തിന് മുന്നോടിയാണ് വിവാദ പരാമർശമെന്നും നൂപുർ. കേന്ദ്ര സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടായിരിക്കണം ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതെന്ന് JP നദ്ദ. ജമ്മു കാശ്മീരിലെ കുൽഗാമിൽ വ്യത്യസ്ത ഏറ്റുമുട്ടലുകളിൽ 6 ഭീകരരെ വധിച്ചു. ഭീകരർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനം ആഘോഷമാക്കാൻ മോസ്കോയിലെ ഇന്ത്യൻ സമൂഹം. തങ്ങൾ ആവേശത്തിലാണെന്നും പ്രധാനമന്ത്രിക്കായി കാത്തിരിക്കുകയാണെന്നും റഷ്യയിലെ ഭാരതീയർ. തൃണമൂൽ MP മഹുവ മൊയ്ത്രയ്ക്കെതിരെ കേസ്. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മയുടെ പരാതിയിലാണ് ഡൽഹി പോലീസ് കേസെടുത്തത്. ഹിന്ദുവിരുദ്ധ പരാമർശത്തിൽ രാഹുലിനെ കടന്നാക്രമിച്ച് നൂപുർ ശർമ്മ. ഹിന്ദുക്കളെ ഭാരതത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാനാണ് ശ്രമം. ഇതിന് മുന്നോടിയായാണ് രാഹുലിൻ്റെ വിവാദ പരാമർശമെന്ന് നൂപുർ. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നൂപുർ ശർമ്മ പൊതുവേദിയിൽ എത്തുന്നത്. जब ऊंचे पदों पे बैठे लोग कह देते हैं हिंदू हिंसक हैं, ऊंचे पदों पे बैठ के लोग कह देते हैं कि हिंदू सनातनियों का नरसंहार कर दो, 2 बात कहूंगी. जो मैंने देखा है पिछले 2 साल में, सनातनियों का नरसंहार करने की कोशिश की गई, क्योंकि शायद व्हाट्सएप पे फेसबुक पे कुछ लिख दिया और कुछ ऐसा उल्टा सीधा नहीं लिखा. और अगर हिंदू हिंसक होता तो एक हिंदू सनातनी बेटी को इस सुरक्षा घेरे में अपने ही देश में अपनी आजादी गंवा के रहने की नौबत नहीं आती. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, 2 വർഷത്തിന് ശേഷമാണ് നൂപുർ ഇപ്പോൾ ഒരു പൊതുവേദിയിലെത്തുന്നത്. ശക്തമായൊരു പരാമർശം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. അത് സനാതനധർമ്മത്തെ സംബന്ധിച്ച വിഷയത്തിലും അതുപോലെ തന്നെ രാഹുലിൻ്റെ പരാമർശവും ഒക്കെ തന്നെ അതിൽ പരാമർശിക്കപ്പെടുകയും ചെയ്തു. എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? എന്താണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും അതിൻ്റെ ഒരു ഭാവി? ഐസൺ, നുപുർ ശർമ്മ നൽകുന്ന സന്ദേശം കൃത്യമാണ്. താൻ ഹിന്ദുത്വ ദേശീയതയും തീവ്ര ഹിന്ദുത്വ നിലപാടുകളും ഉയർത്തിപ്പിടിച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഉടൻ മടങ്ങുന്നു എന്ന സന്ദേശം തന്നെയാണ് നുപുർ ശർമ്മയുടെ ഇന്നത്തെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് നുപുർ ശർമ്മ ഇന്നിപ്പോൾ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ABVP-യുടെ ഒരു ദേശീയ സമ്മേളനം ഡൽഹിയിൽ നടക്കുന്ന ഘട്ടത്തിൽ ABVP സമ്മേളനത്തിൽ നുപുർ ശർമ്മ വന്നിരുന്നു എന്നത് ഒഴിച്ചാൽ നേരത്തെ ഖുറാൻ പരാമർശവുമായി ബന്ധപ്പെട്ട് BJP സസ്പെൻഡ് ചെയ്ത ശേഷം നുപുർ ശർമ്മ ഇത്തരത്തിൽ ഒരു വേദികളിലും പ്രത്യക്ഷപ്പെടുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നിപ്പോൾ ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ തോതിലുള്ള വിമർശനവും പരോക്ഷ വിമർശനവും നുപുറിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നതാണ് വളരെ ശ്രദ്ധേയമാകുന്നത്. കാരണം നുപുർ ശർമ്മ ചൂണ്ടിക്കാണിക്കുന്നത് ഹിന്ദുയിസത്തെയും അല്ലെങ്കിൽ സനാതന ധർമ്മത്തെ, അതിൽ വിശ്വസിക്കുന്ന ആളുകളെ ഈ രാജ്യത്ത് നിന്ന് ഉന്മൂലനം ചെയ്യുവാനുള്ള വലിയ ഗൂഢാലോചന നടന്നു വരികയാണ്. അതിൻ്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാർലമെന്റിൽ കേട്ട പരാമർശം എന്നാണ് നുപുർ ശർമ്മ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്ത ശേഷം തൻ്റെ ലോക്സഭയിലെ കന്നിപ്രസംഗത്തിൽ ഹിന്ദുക്കൾ എന്ന് പേരുള്ളവർ അല്ലെങ്കിൽ ഹിന്ദുക്കൾ എന്നറിയപ്പെടുന്നവർ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അസഹിഷ്ണുത പ്രചരിപ്പിക്കുന്നു എന്ന രീതിയിലുള്ള വാദം രാഹുൽ മുന്നോട്ട് വയ്ക്കുകയും അത് ദേശീയ തലത്തിൽ തന്നെ വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ രാഹുൽ പാർലമെന്റിൽ ലോക്സഭയിൽ നടത്തിയ ആ പരാമർശത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പൊതുവെ സനാതന ധർമ്മത്തിനും ഹിന്ദുത്വത്തിനുമെതിരെ ഭാരതത്തിൽ ഗൂഢാലോചന നടക്കുന്നുവെന്നും അതിൽ വിശ്വസിക്കുന്ന ആളുകളെ ഉന്മൂലനം ചെയ്തുകൊണ്ട് മറ്റൊരു തരത്തിലേക്ക് ഈ രാഷ്ട്രത്തെ കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്നു എന്നാണ് നുപുർ ശർമ്മ മുന്നറിയിപ്പ് നൽകുന്നത്. മാത്രമല്ല മറ്റൊരു ഉദാഹരണം കൂടി നുപുറിൻ്റെ തന്നെ കഴിഞ്ഞ 2 വർഷക്കാലത്തെ ജീവിതവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഇവിടെ
ഹിന്ദുക്കൾ പ്രശ്നക്കാരാണ് എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഒരു ഹിന്ദു പെൺകുട്ടിക്ക് ഇത്രയധികം സുരക്ഷയോടുകൂടി, അതായത് ന്യൂപൂറിന്റെ നിലവിൽ Z+ സുരക്ഷയാണ് നൽകിയിട്ടുള്ളത്, അങ്ങനെയുള്ള സുരക്ഷ വെച്ചുകൊണ്ട് എന്തിന് ഒരു ഹിന്ദു പെൺകുട്ടിക്ക് നടക്കേണ്ടി വരുന്നു എന്ന ചോദ്യം ന്യൂപൂർ ശർമ്മ ഉന്നയിക്കുന്നു. ഇത്തരം പ്രവണതകൾ അധികം കാലം മുന്നോട്ട് പോകത്തില്ല എന്ന സന്ദേശം കൂടി ന്യൂപൂർ ശർമ്മ നൽകുന്നുണ്ട്. ഏതായാലും വലിയ ശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകി, അല്ലെങ്കിൽ രാഹുലിനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു തിരിച്ചുവരവാണ് ന്യൂപൂർ ശർമ്മ ഇന്നിപ്പോൾ നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഖുർആൻ പരാമർശവുമായി ബന്ധപ്പെട്ടാണ് BJPയുടെ ദേശീയ വക്താവ് സ്ഥാനത്ത് നിന്നും ന്യൂപൂർ ശർമ്മയെ 2 വർഷം മുമ്പ് പാർട്ടി സസ്പെൻഡ് ചെയ്തത്. ഒരു ചാനൽ ചർച്ചയ്ക്കകത്ത് ഒരു ഭാഗത്ത് നിന്നും ഒരു ഇസ്ലാമിസ്റ്റ് കാശി വിശ്വനാഥ ക്ഷേത്രത്തെയും അവിടുത്തെ ജ്യോതിർലിംഗത്തെയും അധിക്ഷേപിച്ചുകൊണ്ടൊരു പരാമർശം നടത്തിയപ്പോൾ ഖുറാനിനകത്ത് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള, അല്ലെങ്കിൽ മുഹമ്മദ് നബി 9 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച മുഹമ്മദ് നബിയുടെ ചരിത്രം അങ്ങനെയും സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നൊരു ചൂണ്ടിക്കാട്ടൽ നുപൂറിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. എന്നാൽ ഖത്തർ അടങ്ങുന്ന മുസ്ലിം രാഷ്ട്രങ്ങളിൽ അത് വലിയ പ്രതിഷേധമാവുകയും അവിടെ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് മേലൊക്കെ ഇസ്ലാമിസ്റ്റുകൾ പ്രതിഷേധം ഉയർത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടാകാം ഒരുപക്ഷെ BJP അന്ന് ദേശീയ വക്താവ് സ്ഥാനത്ത് നിന്നും നുപൂറിനെ മാറ്റിയിരുന്നു. എന്തായാലും വലിയൊരു തിരിച്ചുവരവ് നുപൂർ ഉടൻ നടത്തുമെന്ന സന്ദേശമാണ് ഇന്നത്തെ ഈ പൊതുപരിപാടിയിലെ അവരുടെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഐസർ, നന്ദി ഗൗതം. ഇനി മറ്റൊരു പ്രധാന വാർത്തയിലേക്കാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാകണം ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതെന്ന് BJP ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ JP നഡ്ഡ. 2 ദിവസത്തെ സന്ദർശനത്തിനായി ജമ്മു കാശ്മീരിലെത്തിയ JP നഡ്ഡ പാർട്ടി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. ജമ്മു കാശ്മീരിൽ ഈ വർഷം സെപ്റ്റംബറിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ആലോചനകൾ നടക്കവെയാണ് കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാകണം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതെന്ന് BJP ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ JP നഡ്ഡ വ്യക്തമാക്കിയത്. വികസനവും ഭീകരവാദത്തിനെതിരെ നടത്തിയ പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യുന്നത് BJPക്ക് ഗുണം ചെയ്യും. ജമ്മു കാശ്മീരിലും BJP മികച്ച വിജയം നേടുമെന്നും ജമ്മുവിൽ പാർട്ടി നേതാക്കളുടെ യോഗത്തിൽ JP നഡ്ഡ പറഞ്ഞു. ജമ്മു കാശ്മീർ BJP പ്രസിഡന്റ് രവീന്ദ്ര റെയ്ന, പ്രഭാരിയും ദേശീയ ജനറൽ സെക്രട്ടറിയുമായ തരുൺ ചുഗ്, ജിതേന്ദ്ര സിംഗ് തുടങ്ങിയ മുതിർന്ന നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. ജമ്മുവിൽ ശ്രീ രഘുനാഥ്ജി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷമായിരുന്നു JP നഡ്ഡ യോഗത്തിനെത്തിയത്. 2 ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ JP നഡ്ഡ ഇന്നലെ ജമ്മുവിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയിരുന്നു. ജനം, ഡൽഹി. ജമ്മു കാശ്മീരിലെ കുൽഗാമിൽ നടന്ന വ്യത്യസ്ത ഏറ്റുമുട്ടലുകളിൽ 6 ഭീകരരെ വധിച്ചു. ഭീകരർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണെന്ന് ജമ്മു കാശ്മീർ DGP RS സ്വൈൻ പറഞ്ഞു. ഹിസ്ബുൾ മുജാഹിദീൻ സീനിയർ കമാൻഡർ ഫറൂഖ് അഹമ്മദും കൊല്ലപ്പെട്ടവരിലുണ്ടെന്നാണ് റിപ്പോർട്ട്. ഏറ്റുമുട്ടലിൽ 2 സൈനികർക്ക് വീരമൃത്യു സംഭവിച്ചിരുന്നു. മൊഡേർഗാം ഗ്രാമത്തിലാണ് ആദ്യ ഏറ്റുമുട്ടൽ നടന്നത്. ജില്ലയിൽ 2 വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന പ്രത്യേക വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷാസേന ഭീകരവിരുദ്ധ ഓപ്പറേഷൻ ആരംഭിച്ചത്. अभी ऑपरेशंस चालू है, इसीलिए एक जगह में अभी ऑपरेशन कंक्लूजन पे नहीं पहुंचा है. तो जब हो जाएगा तब हम क्लैरिटी के साथ बात कर सकते हैं. कई बार ऐसा होता है कि 2 तंजीम आपस में भी कोऑर्डिनेट करके बैठते हैं. तो इसलिए जब हम एक एक करके इसकी वो करेंगे तब इसमें लोकल टेररिस्ट्स का भी होने का खबर मिली है. 99 കാർഗിൽ യുദ്ധം ഓർമ്മിപ്പിക്കുന്നത് എണ്ണമറ്റ ധീരന്മാരുടെ ത്യാഗത്തിൻ്റെ കഥയാണ്. പാക് പട്ടാളം പോലും സിംഹരാജാവെന്ന് വിളിച്ച വിക്രം ബത്ര എന്ന സമാനതകളില്ലാത്ത യുദ്ധപോരാളിയുടെ 25ാം സ്മൃതി ദിനമാണ് ഇന്ന്. സ്വതന്ത്ര ഭാരത ചരിത്രത്തിലെ നിർണായക വിജയങ്ങളിലൊന്നാണ് കാർഗിൽ യുദ്ധം. ഇന്ത്യയിലെ കാർഗിൽ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലൊന്നായ ദ്രാസ് സെക്ടറിലെ .5140 എന്ന മലനിര പാകിസ്ഥാനിൽ നിന്ന് പിടിച്ചെടുത്തത് കാർഗിൽ യുദ്ധത്തിൽ വഴിത്തിരിവായി. ആ ഓപ്പറേഷന്റെ മുൻനിരയിലുണ്ടായിരുന്ന യുവാവ് രാജ്യത്തിന്റെ ആകെ ശ്രദ്ധ നേടി. അതായിരുന്നു ക്യാപ്റ്റൻ വിക്രം ബത്ര എന്ന 24-കാരൻ. 1999 ജൂൺ 20-നാണ് ക്യാപ്റ്റൻ ബത്ര മലനിരകൾക്ക് മുകളിൽ ഒളിച്ചിരിക്കുന്ന ശത്രുക്കളെ ലക്ഷ്യമാക്കി നീങ്ങുന്നത്.
ഇത് മനസ്സിലാക്കിയ പാകിസ്ഥാൻ സേന ഇവർക്ക് നേരെ വെടിയുതിർത്തു. ഇതൊന്നും കാര്യമാക്കാതെ ബത്ര ലക്ഷ്യത്തിലേക്ക് തന്നെ നീങ്ങി. ശത്രുക്കളെ കീഴ്പ്പെടുത്തി മുന്നേറി. പാക് സേനയുടെ ആദ്യ ബങ്കർ ഗ്രനേഡ് എറിഞ്ഞു തകർത്തു. വെടിയേറ്റെങ്കിലും ശത്രുവിനെ കീഴടക്കി മലനിര പിടിച്ചടക്കിയ ക്യാപ്റ്റൻ വിക്രം വയർലെസ്സിലൂടെ അവസാനം കൈമാറിയ സന്ദേശം ഇങ്ങനെയായിരുന്നു: യേ ദിൽ മാംഗേ മോർ. പേടിക്കേണ്ട, ഞാൻ എന്തായാലും തിരിച്ചു വന്നിരിക്കും. അതിനി അവിടെ ത്രിവർണ പതാക പാറിച്ചിട്ടാണെങ്കിൽ അങ്ങനെ, അല്ല അതേ ത്രിവർണ പതാകയിൽ പൊതിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ. ഞാൻ വന്നിരിക്കും തിരികെ, ഉറപ്പായും, ഡോണ്ട് വറി. യുദ്ധത്തിന് പോകും മുൻപ് സൂക്ഷിക്കണമെന്ന് പറഞ്ഞ സുഹൃത്തുക്കളോട് അദ്ദേഹം പറഞ്ഞ വാക്കാണിത്. .5140 പിടിച്ചെടുത്ത ഉടൻ ക്യാപ്റ്റനായി സ്ഥാനക്കയറ്റം കിട്ടി. അന്നത്തെ കരസേനാ മേധാവി ജനറൽ വേദ് പ്രകാശ് മാലിക് അദ്ദേഹത്തിന്റെ ഈ നേട്ടത്തിൽ അഭിനന്ദിച്ചു. രാജ്യം അദ്ദേഹത്തെ ഹീറോ ആയി കണ്ടു. ആദ്യ ദൗത്യത്തിലേറ്റ പരിക്ക് അദ്ദേഹത്തെ തളർത്തിയില്ല. അതേ മുറിവ് വെച്ച് തന്നെ രണ്ടാമത്തെ ദൗത്യവും അദ്ദേഹം തുടർന്നു. സഹപ്രവർത്തകനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് വിക്രമിന് വെടിയേറ്റത്. ഭാരതത്തിന്റെ 52ാം സ്വാതന്ത്ര്യദിനമായ 1999 ഓഗസ്റ്റ് 15-ന് വിക്രം ബത്രയ്ക്ക് രാജ്യം പരമോന്നത സൈനിക ബഹുമതിയായ പരംവീർ ചക്ര നൽകി ആദരിച്ചു. അദ്ദേഹത്തിന്റെ പിതാവ് GL ബത്ര വീരചരമമടഞ്ഞ മകനു വേണ്ടി ഭാരതത്തിന്റെ അന്നത്തെ രാഷ്ട്രപതി KR നാരായണനിൽ നിന്നും ബഹുമതി ഏറ്റുവാങ്ങി. അന്നത്തെ ആ യുദ്ധത്തിൽ ഇന്ത്യക്ക് നഷ്ടമായത് 527 ജീവനുകളാണ്. പാകിസ്ഥാന് നഷ്ടമായ സൈനിക ജീവനുകളെക്കുറിച്ച് ഇന്നും കൃത്യമായ കണക്കുകൾ ലഭ്യമല്ല. അസാധാരണമായ ശൗര്യവും അചഞ്ചലമായ ദേശസ്നേഹവും കൊണ്ട് ചരിത്രത്തിൽ തന്റെ പേര് സ്വർണ്ണ ലിപികളാൽ എഴുതിച്ചേർത്ത സൈനികൻ. സൈന്യത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്ന യുവതലമുറയ്ക്ക് ചോര തിളയ്ക്കുന്ന ഓർമ്മയായി തുടരുകയാണ് ക്യാപ്റ്റൻ വിക്രം ബത്ര. നാഷണൽ ഡെസ്ക്, ജനം. തൃണമൂൽ MP മഹുവ മൊയ്ത്രയ്ക്കെതിരെ കേസ്. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മയുടെ പരാതിയിലാണ് ഡൽഹി പോലീസ് കേസെടുത്തത്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നാരോപിച്ചായിരുന്നു പരാതി. രേഖ ശർമ്മയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ മഹുവ മൊയ്ത്ര സമൂഹ മാധ്യമങ്ങളിൽ കമന്റ് ഇട്ടിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യ സന്ദർശനത്തിൽ യുക്രൈൻ യുദ്ധം ഉൾപ്പെടെ ചർച്ചയാകും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കയറ്റുമതി ഇറക്കുമതി തുല്യത കൈവരിക്കുന്നതിനുള്ള നീക്കങ്ങളായിരിക്കും വാണിജ്യ തലത്തിൽ നടക്കുക. പ്രതിരോധ ഘടകങ്ങൾ ഭാരതത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് സംബന്ധിച്ചും ഇരു നേതാക്കളും ചർച്ച നടത്തും. റഷ്യൻ ഫെഡറേഷൻ സമ്മേളനത്തിന്റെ ഭാഗമായാണ് 8-9 തീയതികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മോസ്കോ സന്ദർശനം. യുക്രൈൻ യുദ്ധം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സന്ദർശനത്തിൽ ചർച്ചയാകുമെന്ന് ഇന്ത്യൻ അംബാസിഡർ വിനയ് കുമാർ പറഞ്ഞു. The visit is in the framework of our annual exchange of presidential and prime ministerial visit that we have annual summits, and so the context is bilateral, but certainly global issues including this war that you mentioned will be discussed, and the leaders will exchange their views and their perspective on these developments. പ്രതിരോധ സാമഗ്രികൾ റഷ്യൻ സഹകരണത്തോടെ ഭാരതത്തിൽ ഉത്പാദിപ്പിക്കുന്നത് സംബന്ധിച്ചും ചർച്ച നടക്കും. വാണിജ്യ രംഗത്ത് തുല്യത കൈവരിക്കുന്നതിനുള്ള നീക്കങ്ങൾക്കായിരിക്കും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചയിൽ ഭാരതം പ്രാധാന്യം നൽകുക. മികച്ച വാണിജ്യ ബന്ധം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്നുണ്ട്. എങ്കിലും റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിയാണ് കൂടുതൽ. $65 ബില്യൺ വാണിജ്യ ഇടപാടുകളാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്നത്. കാർഷികോൽപ്പന്നങ്ങളും സെറാമിക് ടൈലുകളും ഓട്ടോമൊബൈൽ ഘടകങ്ങളും റഷ്യയിലേക്ക് കയറ്റുമതി നടത്തുകയാണ് ഭാരതത്തിൻ്റെ ലക്ഷ്യം. ആർട്ടിക് സമുദ്രമേഖലയിലൂടെ പുതിയ കടൽ യാത്രാ മാർഗം തുറക്കുന്നത് സംബന്ധിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനം ആഘോഷമാക്കാൻ മോസ്കോയിലെ ഇന്ത്യൻ സമൂഹം. തങ്ങൾ ആവേശത്തിലാണെന്നും പ്രധാനമന്ത്രിക്കായി കാത്തിരിക്കുകയാണെന്നും ഇന്ത്യക്കാർ പ്രതികരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകാൻ സന്ദർശനം വഴിവെക്കുമെന്നും അവർ പ്രത്യാശ പ്രകടിപ്പിച്ചു. और मैं उत्तर प्रदेश से हूँ. मैं नॉर्थ कुकेशियन में यहाँ पे अकेडमी जो है उसमें MBBS की पढ़ाई कर रहा हूँ और मैं सेकेंड ईयर स्टूडेंट हूँ. 2 साल से यहाँ पर हूँ मैं, और मुझको पता लगा कि यहाँ पे हमारे माननीय प्रधानमंत्री जी आने वाले हैं. हम बहुत ज़्यादा एक्साइटेड हैं उनके लिए. और आप कब से इंतजार कर रहे हैं प्रधानमंत्री? हम तो बिल्कुल बहुत सालों से इंतजार कर रहे हैं कि माननीय हमारे प्रधानमंत्री जी रसिया में आए. हम बहुत ज़्यादा, ये भारत और रसिया के बीच में और ज़्यादा मधुरता लाएगा वो यहाँ पे आएंगे. तो हमें बहुत ज़्यादा खुशी है कि हमारे प्रधानमंत्री नरेंद्र मोदी यहाँ पे आ रहे हैं. तो बहुत ज़्यादा हम उनका वेट कर रहे हैं.
ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പ്രശസ്തമായ രഥയാത്രയ്ക്ക് ഭക്തി നിർഭരമായ തുടക്കം. ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പുരിയിലെത്തി. ഇത്തവണ 2 ദിവസമാണ് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്ര നടക്കുന്നത്. ലോകത്തെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ചടങ്ങുകളിലൊന്നായ പുരി ജഗന്നാഥ രഥയാത്രയ്ക്കായി 10,000-ങ്ങളാണ് ഒഡീഷയിലേക്ക് എത്തുന്നത്. രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്നതാണ് രഥമഹോത്സവം. ഇക്കുറി 2 ദിവസമാണ് രഥയാത്ര നടക്കുന്നത്. 53 വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായാണ് ആഘോഷം 2 ദിവസമായി നടത്തുന്നത്. ചടങ്ങിനായി എത്തിയ രാഷ്ട്രപതിക്കൊപ്പം ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജി, കേന്ദ്രമന്ത്രിമാരായ ധർമ്മേന്ദ്ര പ്രധാൻ, ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് തുടങ്ങിയവരുമുണ്ടായിരുന്നു. ഭഗവാൻ ജഗന്നാഥന്റെയും സഹോദരൻ ബാലഭദ്രന്റെയും സഹോദരി സുഭദ്രയുടെയും യാത്രയെ അനുസ്മരിച്ചാണ് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്ര നടക്കുന്നത്. ജാതിമത ഭേദമന്യേ ജനങ്ങൾ ഒത്തുകൂടുന്ന ആഘോഷവേള കൂടിയാണിത്. 2 ദിവസത്തെ പൊതു അവധി മോഹൻ ചരൺ മാജി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. രഥപ്രതിഷ്ഠയാണ് യാത്രയുടെ ആചാരപരമായ തുടക്കം. നീലാദ്രി വിജയത്തിൽ രഥങ്ങൾ പൊളിക്കുന്നതോടെ ഉത്സവം സമാപിക്കും. പുരി ആഘോഷത്തിലാണ്, ഭക്തിയിലും. നാഷണൽ ഡെസ്ക്, ജനം. ഏകദിനത്തിലും ടെസ്റ്റിലും രോഹിത് ശർമ്മ ക്യാപ്റ്റനായി തുടരുമെന്ന് BCCI സെക്രട്ടറി ജയ് ഷാ. വീഡിയോ സന്ദേശത്തിലൂടെയാണ് പ്രഖ്യാപനം. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും ചാമ്പ്യൻസ് ട്രോഫിയിലും ഇന്ത്യ കിരീടമുയർത്തുമെന്നും ജയ് ഷാ പറഞ്ഞു. टीम इंडिया को इस ऐतिहासिक जीत के लिए बहुत बहुत बधाई। इस जीत को मैं कोच राहुल द्रविड़, कैप्टन रोहित शर्मा, विराट कोहली और रविंद्र जडेजा को डेडिकेट करना चाहता हूं। बीते 1 साल में ये हमारा 3रा फाइनल था। जून 23 में हम WTC फाइनल में हारे। नवंबर 23 में 10 जीत के बाद हमने दिल जीते लेकिन कप नहीं जीत पाए। मैंने राजकोट में बोला था कि जून 24 में हम दिल भी जीतेंगे, कप भी जीतेंगे और भारत का झंडा गाड़ेंगे, और हमारे कप्तान ने झंडा गाड़ दिया। इस जीत में आखिरी 5 ओवर का बहुत बड़ा योगदान था। इस योगदान के लिए मैं सूर्य कुमार यादव, बुमराह, अर्शदीप सिंह और हार्दिक पांड्या का बहुत बहुत धन्यवाद करना चाहता हूँ। इस जीत के बाद अगला पड़ाव है WTC फाइनल और चैंपियंस ट्रॉफी। मेरे को पूरा भरोसा है कि रोहित शर्मा की कप्तानी में हम इस दोनों टूर्नामेंट में चैंपियन बनेंगे। फिर से आप सबका बहुत बहुत धन्यवाद। जय हिंद, जय भारत, वंदे मातरम। പശ്ചിമബംഗാൾ ഗവർണറുടെ ഓഫീസിനെ അപകീർത്തിപ്പെടുത്തുകയും അപവാദ പ്രചരണം നടത്തുകയും ചെയ്ത 2 IPS ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി. കൊൽക്കത്ത പോലീസ് കമ്മീഷണർ വിനീത് ഗോയലിനും DCP ഇന്ദിര മുഖർജിക്കുമെതിരെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നടപടി. അച്ചടക്ക നടപടി ഇരുവർക്കുമെതിരെ എടുക്കണമെന്ന് ഗവർണർ ആഭ്യന്തരമന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി. തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന അക്രമങ്ങൾക്ക് ഇരയായവരെ ഗവർണർക്ക് കാണാൻ പോലീസ് ഉദ്യോഗസ്ഥർ അനുവദിക്കാത്തതാണ് നടപടിക്ക് കാരണം. മഹാഭാരതം സമാപിക്കുന്നു. നാളെ വീണ്ടും കാണാം. നമസ്തേ.